ഹായ് ഹലോ അസ്സാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അമൃതപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിതാ ഇതുപോലത്തെ 2 ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു അര കപ്പോളം വെള്ളം മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ നമ്മൾ സ്നാക്കിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര കുറച്ച് നല്ല കളറുള്ള ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര റെഡിയാവുന്ന ഒരു സമയം നമുക്ക് അമൃതപ്പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അമൃതപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിയും ചെയ്യും. നമ്മുടെ സ്നാക്കിന് വേറൊരു ടേസ്റ്റ് ആവട്ടോ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അമൃതപ്പൊടി എടുത്ത സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ വറുത്താണ്ട് ഇതുപോലെ കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ കഴിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി നമ്മളിതിലോട്ട് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ തീ ഇപ്പോഴും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു പൊടി ഇതിലിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ സ്നാക്കിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളിതിലോട്ട് നട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബദാമും അതുപോലെ പിസ്തയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പം ഇതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ശർക്കര എല്ലതും പാടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളിത് കുറേശ്ശെ ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് ഇങ്ങനെ ബോളാക്കി എടുക്കണം. ആ ഒരു പരുവത്തിലുള്ളൊരു നനവ് അതിൽ വേണം കേട്ടോ. ആ ഒരു രീതിയിൽ ആവുന്നത് വരെ നമ്മൾ കുറേശ്ശെ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള ശർക്കരയും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര കുറവാണ്, നമ്മളെ പൊടിക്ക് നനവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ സൈഡിലോട്ടും ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ആവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് ഒഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് ബോളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ലാസ്റ്റായിട്ട് കുറച്ചും കൂടി 1 ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് നെയ്യ് കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് ബോൾസാക്കി ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ഷൈനിങ്ങും കൂടി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. പെട്ടെന്ന് ചൂടാറി പോവരുത്. അത്യാവശ്യം ചൂട് വേണം, എന്നാലേ നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പറ്റ തണുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് പെർഫെക്ഷന് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നല്ലത് കറക്റ്റ് ചൂടാറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ വറുക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിനെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്കിപ്പോൾ തന്നെ കഴിക്കാനും പറ്റും. നമുക്കിതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ.
അപ്പോൾ അമൃതപ്പൊടിയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തിയാണ്. നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അതുപോലെ നെയ്യൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് നെയ്യ് ചേർത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ബോളിന് ഇതുപോലെ നല്ലൊരു ഷൈനിങ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. അമൃതപ്പൊടി വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അതാ എല്ലാ ബോൾസും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ മേലെ ഞാൻ പിസ്ത വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലം നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാലമൊക്കെ ഇത് കേടാവാതെ നിൽക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ റെസിപ്പീസായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.